ഹായ് എവ്രിവൺ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ഫ്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് നമ്മൾ കുറച്ചധികം വീഡിയോസ് എങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ജോബ്സ് ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമുക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ളതിന് എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം, മേ ബി ഗിറ്റാർ വായിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സോപ്പ് മേക്കിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കാൻഡിൽ മേക്കിംഗ്, മേ ബി ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെയുള്ള സംഗതികൾ. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പൊക്കെ പോലെയുള്ള ഡിസൈനിങ്, അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസും നമുക്ക് ഉപയോഗിക്കാം. അതിനൊക്കെ മുകളിലായിട്ട് നമുക്ക് ഏറ്റവും മുമ്പിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, മാത്രമല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നതിലപ്പുറം ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റി കണ്ടൻറ്റ് നമുക്ക് യൂട്യൂബ് വഴി ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. മറ്റ് പ്ലാറ്റ്ഫോംസ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളൊരു മേഖല, അത് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് യൂട്യൂബിലെ ഫ്രീ ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടൻറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളെങ്ങനെയാണ് യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. മേ ബി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തോന്നിയത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ യൂട്യൂബ് ഉപയോഗിച്ചിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരുപാട് സ്കില്ലുകളുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ചിലർക്ക് കുക്കിങ്ങിലായിരിക്കും താല്പര്യം, ചിലർക്ക് നന്നായിട്ട് ഗാർഡനിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ചിലർക്ക് നന്നായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള സംഗതികൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്കിൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, എന്താണ് ഒരു സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു സംഗതി നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ആ ഒരു കാപ്പബിലിറ്റീനെ, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നതിനെ ആണ് നമ്മൾ സ്കില്ലെന്ന് പറയുന്നത്. അതായത് പെർട്ടിക്കുലർലി ഇപ്പോൾ പറയുമല്ലോ, ഒരാൾ നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട്, നന്നായി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അയാൾക്ക് സാധിക്കും. അപ്പോൾ ടീച്ചിങ് ഒരു സ്കില്ലായിട്ട് ഉള്ള ഒരാളാണ് അയാളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തിലുള്ള സ്കില്ല്, ഇപ്പം മേ ബി നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ല് എന്ന് പറയുന്നത് കുക്കിംഗ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കുക്കിങ്ങിൻ്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച ചാനൽസ് യൂട്യൂബിലുള്ളത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് തന്നെ പല ലാംഗ്വേജസിലുണ്ടാവും. ഒബ്വിയസ്ലി യൂട്യൂബിൽ പല ലാംഗ്വേജസിൽ കണ്ടൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ക്വാളിറ്റി ആയിട്ടുള്ള ബേസിക്സ്, കുക്കിങ്ങിൻ്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കലാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചാനൽസ് നിങ്ങൾക്ക് നോക്കാം. ഇനി അതില്ല, ഇംഗ്ലീഷിലും മലയാളത്തിലും ഏറ്റവും ബേസിക്സിൽ നന്നായി പഠിപ്പിക്കുന്ന ചാനൽസ് ഒന്നും ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി മറ്റ് ലാംഗ്വേജസിൽ, മേ ബി ജാപ്പനീസോ അല്ലെങ്കിൽ കൊറിയനൊക്കെയുള്ള ചാനൽസ് നിങ്ങൾ എക്സാമ്പിളായിട്ട് മനസ്സിൽ കരുതുക. അപ്പോൾ ഇതിനൊക്കെ മേ ബി ക്ലോസ്ഡ് ക്യാപ്ഷൻസ്, സബ് ടൈറ്റിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്തിട്ട് യൂട്യൂബ് ചാനലിലെ കണ്ടൻറ്റ് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ല്, അതായത് ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. മേ ബി ഫോട്ടോഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ല ചാനൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് നല്ല ചാനൽസ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക? അപ്പോൾ അതിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കുക നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ചാനലിൽ. അതുപോലെ അവരുടെ ചാനലിൻ്റെ വ്യൂസ് നോക്കുക, വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് എന്താണ്, എങ്ങനെയാണ് ആളുകൾ, മറ്റ് ഓഡിയൻസ് റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു ചാനലിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോണ്ടുണ്ടെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ക്വാളിറ്റി ചാനൽസ് സോർട്ട് ചെയ്തെടുക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്ത് കാര്യത്തിനെ പറ്റി പഠിക്കാനും നല്ല യൂട്യൂബ് ചാനൽസൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് നല്ലൊരു പ്ലാൻ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ
ഡെയിലി ഇത്ര അവേഴ്സ് എനിക്ക് ഇന്ന കാര്യം പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരാഴ്ചയ്ക്കുള്ള ഒരു പ്ലാന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി ഡെയിലി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് എത്ര അവേഴ്സ് ഈ ഒരു കാര്യം പഠിക്കാനായിട്ട് പറ്റും, എത്ര വീക്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള നിലക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമയവും നിശ്ചയിക്കാവുന്നതാണ്. മേ ബി വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ 9 to 5 അല്ലെങ്കിൽ 9 to 2 ആണ് എനിക്ക് പഠിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ നോക്കാം. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വാളിറ്റി ചാനൽസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മൈനർ ചാനൽസ് ഉണ്ടല്ലോ, അതായത് വലിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊന്നും പറയാനില്ലാത്ത എന്നാൽ ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ചാനൽസ് നോക്കിയിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് കാണാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യത്തിനുള്ള സ്കിൽസിനനുസരിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലതരത്തിലുള്ള ചാനൽസ് ഉണ്ടാവും അല്ലേ. ബിഗിനർ ലെവലിലുള്ള ട്യൂട്ടോറിയൽസ് നടക്കുന്ന ചാനൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളത്, എക്സ്പേർട്ട് ലെവലിലുള്ള കണ്ടൻറ്റ് കൊടുക്കുന്ന ചാനൽസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ബിഗിനർ ലെവലിലുള്ളത് തുടങ്ങി നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചിട്ട് അടുത്ത ലെവലിലേക്കുള്ള ചാനൽസ് നിങ്ങൾ ട്യൂട്ടോറിയൽസ് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മളത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് 5th സ്റ്റെപ്പ് വരുന്നത്. പ്രാക്ടീസ് ചെയ്യാം, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ബുദ്ധിമുട്ടുകൾ നേരിടും. നമ്മൾ റെഗുലറായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഹാങ് കിട്ടും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങളൊരു സമയം കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി ശ്രമിക്കാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വെച്ചിട്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്കില്ലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അതിനും റിലേറ്റഡ് ആയിട്ടുള്ള പേജ് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് സിമിലർ ഐഡിയാസ് ഉള്ള ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യാം. കമൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. യൂട്യൂബിലൂടെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് മേ ബി നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റു ആളുകൾ മേ ബി ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ അവരും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സോ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ കമൻസിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പല ചാനൽസിനും ഇപ്പോൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ അവർ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്ന പോസ്റ്റുകളിലൂടെയും കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കണ്ടൻറ്റും നമുക്ക് മേ ബി വാച്ച് ലേറ്റർന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ചാനൽസ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്ന കോണ്ടൻറ്റുകൾ അതിനകത്തേക്ക് മാറ്റാം. അപ്പോൾ അത് നമുക്ക് പിന്നീട് റിവൈസ് ചെയ്യാനും പിന്നെ പെട്ടെന്നെടുത്ത് കാണാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ് ആൻഡ് എക്സ്പ്ലോർ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും മറ്റു പല ചാനൽസും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഓരോരുത്തരും ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിന് നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടാനായിട്ടിത് സഹായിക്കും. ഓരോ ടീച്ചേഴ്സും പല രീതിയിലായിരിക്കും ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവർ പല രീതിയിലായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവുന്നത്, ഏത് ചാനലാണ് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, പുതിയൊരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിസ്കവർ ചെയ്യാനായിട്ട് ഏത് ചാനലിലൂടെയാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ടെക്നിക്സ്, ഐഡിയാസൊക്കെ ഈ ഒരു ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ പഠിച്ച ഒരു സംഗതി കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കി വെക്കാനും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേ മോട്ടിവേറ്റഡ് എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും പുതിയ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് ആവും, അത് കുറച്ച് അധികം സമയം എടുക്കാം മേ ബി. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ അതൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ചെയ്തിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോഗ്രസ്സൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തിനാണ് നിങ്ങൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്, എത്രത്തോണ്ട് പാഷനേറ്റാണ് നിങ്ങൾ ആ ഒരു സ്കില്ലിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ വഴി സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് ട്യൂട്ടോറിയൽസും ചാനൽസൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെയും അടുത്ത ലെവലിൽ പഠിക്കണം. അത് യൂട്യൂബിൽ കണ്ടൻറ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ യൂട്യൂബിലെ കണ്ടൻറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പെർട്ടിക്കുലർലി അത്ര മികച്ചതായിട്ടുള്ള ചാനൽസൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് സഫീഷ്യൻ്റ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോംസ് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ലെവലിൽ മേ ബി നിങ്ങൾ യൂട്യൂബിലൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ലെവലിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റ് പ്ലാറ്റ്ഫോംസ് യുഡെമി, കോഴ്സറൊക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്ത് സ്കില്ലാണോ പഠിക്കുന്നത് അതിന് ഡിപ്പെൻസ് ആയിട്ടുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് അത് നിങ്ങൾ ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.